ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഫയറിൽ 3v3 കളിച്ച് ജയിക്കുന്ന ടീമിന് ഫ്രീ ആയിട്ട് ഐസ്ക്രീം കിട്ടും. 4 ലിറ്റർ ഐസ്ക്രീം ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ബട്ടർ സ്കോച്ച് 4 ലിറ്റർ മേടിച്ചിട്ട് അപ്പൊ ഗൈസ്, നമ്മൾ 3v3 മാച്ച് ആണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ ഇവന്മാര് ടീമൊക്കെ ഡിസ്കസ് ചെയ്ത് ഇടട്ടെ. ഞങ്ങൾ 3 ടീം. ഞാൻ റീപോക്ക് അപ്ലൈ. നീ ഇവനും അപ്പലാറ്റ് ടീം, ഞാനും ട്രൈക്കോയും വാപ്പീസും ടീമാ. ഓക്കെ, വാപ്പീസ് അപ്പൊ ഗൈസ്, ടീ പറഞ്ഞ ഒരു മാച്ച് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കേരളത്തിൽ ആദ്യമായിട്ടല്ല ഐസ്ക്രീം ചലഞ്ച് ഫ്രീ ഫയർ കളിച്ച് ജയിക്കുന്ന ആൾക്ക് ഐസ്ക്രീം ചലഞ്ച് കേരളത്തിൽ ആദ്യമായിട്ടാണ്. അത് ഇൻട്രോഡ്യൂസ് ചെയ്തത് AD പൈതലാണ്. അത് വേറെ ആരുമല്ല. ഞാനാണ് അത് ഇൻട്രോഡ്യൂസ് ചെയ്തത് ആദ്യമായിട്ട് ഐസ്ക്രീം ചലഞ്ച്. ഐസ്ക്രീം ഉണ്ടാക്കിയത് ആദ്യമായിട്ട് അത് നീ പറഞ്ഞോ. അപ്പം ഈ പരിപാടി സ്പോൺസർ ചെയ്തത് AD പൈതലാണ്. അത് അവന്റെ വീഡിയോ ആണ്, അതുകൊണ്ട് ഗൈസ്, ഒരു ടീമിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഏക്കട്ടോക്ക് ആണ്. ഒരു ടീമിലെ ക്യാപ്റ്റൻ റോമനാണ്. ഓക്കെ ഗൈസ്, അപ്പൊ വാശിയേറിയ മത്സരമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അപ്പൊ ടീമിൽ ഇപ്പൊ വന്നിരിക്കുന്നത് AD പൈതല്, ഡൊമിനി, AD പൈതല് ചെക്കൻ റീപോക്ക് കളിക്കണേ. അവന്റെ ഫോം വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല. അപ്പൊ അവനും പിന്നെ ഞാൻ ട്രൈക്കോ ബാബാപിസി 3 പേര് ടീം. ഓക്കെ, മരപ്പലാറ്റോ റോമൻ മറ്റേ ചെക്കൻ. ഗൈസ്, ഇതിലൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ആൻഡ്രോയിഡ് പ്ലേയേഴ്സ് ആയി. ഇവര് ഒരാള് PC-യും രണ്ടുപേരും ഐഫോൺ പ്ലേയേഴ്സ്. ഐഫോൺ X ഇതൊക്കെ ഐഫോൺ ആണോ? അതൊന്നുമില്ല, ഐഫോൺ അവര് ഇട്ട ടീമാ. എന്നിട്ട് നിങ്ങൾ തോക്കും. അതാ ഞാൻ പറഞ്ഞു തരാൻ പോണേ. എന്നിട്ട് നിങ്ങൾ തോക്കും. ആരോ വഴിക്കില്ലോ. സോറി, മനസ്സിലായില്ല. ഒരാളൂടെ വരാണ്ടല്ലോ. ടീം റെഡിയാ. ജയിക്കുന്ന ടീമിലെ 3 ആൾക്ക് ജയിക്കുന്ന ടീമിലെ 3 ആൾക്ക് മാത്രം ഐസ്ക്രീം ഉള്ളൂ. മറ്റവര് അത് നോക്കിയിരിക്കേണ്ടി വരും. അത് ഒരു കോംപ്രമൈസ് ഇല്ല, കൊടുക്കില്ല. ഓക്കെ, ഞങ്ങൾ നോക്കിയിരുന്നാ മതി. പറഞ്ഞോ വേണമെങ്കിൽ ഞങ്ങൾ നോക്കിയിരിക്കും. അതുപോലെ നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് കളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല ടീം രണ്ടും. ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എന്റെ കുറച്ചിട്ട് ഞാൻ എന്താണ് എല്ലാവർക്കും പറയാനുള്ളത്? രണ്ട് MP40 ആണ് എടുത്തിരിക്കുന്നത്. റോമൻ എന്താണ് എടുത്തിരിക്കുന്നത്? അടിക്കോതായി ഉണ്ടാണ്ട് കിടപ്പുണ്ട്, പ്രാന്ത് കയറും. തലക്ക് കയറിയിരിക്കുന്നു. ഫസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയൂ. സിംഹരാജൻ എതിർ ടീമിന് എന്താണ് പറയാനുള്ളത് ഈ മത്സരം പോയതിനെ കുറിച്ച്? അതിനെ എനിക്ക് കുറിച്ച് പറയാനുള്ളത്, അവർ ഈ റൗണ്ട് ജയിച്ചിരിക്കുന്നു. ഏക്കട്ടൊക്കെ നിങ്ങളുടെ ഇതില് ആര് ജയിക്കും? ഇവര് ജയിക്കുമോ നിങ്ങൾ ജയിക്കുമോ? ഞാൻ തോക്കും. അല്ല, ഏത് ടീം ജയിക്കും? നിങ്ങളുടെ ടീം ജയിക്കും, ഇവരുടെ ടീം ജയിക്കുമോ? അല്ല, നിങ്ങളുടെ ഒരു ഗസ്സില് ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ എടുത്തല്ലോ. ഫസ്റ്റ് കാര്യം പറയാം, ഈ ഗ്ലൂ ആണ് കണ്ടാ. ഇതിന്റെ ഉള്ളിലേക്ക് പൊട്ടിച്ച് കയറി വരുന്ന ഒരുത്തനും കഴുത്തിന് മേലെ തല ഉണ്ടാവില്ല. പുഷ്പയുടെ ഒരു ഇതാണ് ഗൈസ്. വമ്പിച്ച മത്സരമാണ് നടക്കുന്നത്. പോവെന്നാണ് തോന്നുന്നത്. 2-0 2-0 പൂജ്യത്തിൽ നിങ്ങൾ പൊട്ടുവോ? ഞങ്ങൾ പൊട്ടും, അത് ശരിയാ. പൂജ്യത്തിന് പൊട്ടുമെന്നാണ് പറയുന്നത് ടീമേറ്റ് തന്നെ.
ട്രൈക്കോ സപ്പോർട്ട് ട്രൈക്കോ നീ ഞാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എല്ലാവരും ഗൈസ് ഇതാണ് ഈ ട്രൈക്കോ കറുത്തിരിക്കുന്നതുകൊണ്ട് അവന്മാരെ പൊട്ടിച്ചടിക്കില്ല താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പലായിരിക്കും മാത്രമേ ഇട്ടുള്ളൂ. നൈസ് നൈസ് ഫുള്ളിലേ ഫുള്ളി ഗൈസ് ഇപ്പൊ വാവാപ്പിസിയുടെ മാച്ചാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുന്ന അപ്പഴേ പറഞ്ഞു നിന്റെയൊക്കെ അപ്പങ്ങളി അവിടെ ഫൈറ്റ് അല്ല എടുക്കണ്ടേ ഗ്ലൂ ഇടണം വന്ന പുതിപ്പിള്ളേര് എല്ലാം മൂഞ്ചി ചത്തോ എല്ലാം മൂഞ്ചി ചത്തോ കണ്ടു ചത്തോ ആർക്കാ ബാബയ്ക്ക് പൊട്ടിക്കേണ്ട ആള് റായിക്കോ നിന്നെ ഞാൻ വിളിച്ചെന്റെ ഇപ്പൊ റോമന്റെ ടീമാണ് എടുത്തിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ജയിച്ചു. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എനിക്കൊരു സപ്പോർട്ട് തരുമോ? എനിക്കൊരു സപ്പോർട്ട് തരുമോ? ബാബിസി റായിക്കോ എനിക്ക് സപ്പോർട്ട് ഒരാള് വേറെ റോമനെ കാണാനല്ലേ ബാക്കി രണ്ടുപേരും ആ പച്ചവെള്ളം രണ്ടാളെ എവിടെ ഒരു ഗൈസ് അപ്പൊ ഏക്കട്ടോക്ക് റൂഫിൽ ഒളിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ അപ്പലപ്പാറ്റോ കണ്ടുപിടിച്ചിരിക്കുന്നു. പിന്നെ സ്ക്രീനിലൊക്കെ കാണും ഞാൻ എന്ത് ചിത്രം കണ്ടുപിടിക്കാൻ ആണോ റോമനി ഫുള്ളിറ്റ് ഗൈസ് റോമൻ ഡൗൺ ആയിരിക്കുകയാണ്. റോമൻ ഡൗൺ. റെഡിക്ക് വേണ്ട ഉള്ളിക്ക് വരാക്കെ ധൈര്യമുള്ളവരൊക്കെ വേണേ. സിംഹരാജാവ് പൂട്ടിയാക്കൊല്ലല്ലേ തിരിയും. ആ അപ്പലാറ്റ് അവിടെ നിൽക്കണം. റീപോക്കിനടിച്ച് അത്രേ ഉള്ളൂ. ഇനി അപ്പലാറ്റ് ഇവിടെ എത്തിക്കാം. ഗൈസ് റീപോക്കിന്റെ കൈയൊന്നും വയ്യ കളിച്ച് സ്കോഡിന്റെ അഭിമാനമാണോ താങ്കൾ? അല്ല സ്കോഡിന്റെ എനിക്ക് തോന്നുന്ന ഏക്കട്ടോക്കിന്റെ ടീം തന്നെ ജയിക്കും. അമ്മാതിരി കളിയാണ് ഇവർ കളിച്ചോണ്ടിരിക്കുന്നത്. റോമന്റെ ടീമിന്റെ ഒരു സ്വരുമയില്ല ഇവര് തമ്മിൽ. മനസ്സിലായോ? റോമന്റെ ടീമില് റോമൻ മാത്രമേ കളിക്കുന്നുള്ളൂ. ബാക്കി പ്ലേയേഴ്സ് ഒക്കെ റോമൻ വീണ്ടും ഡൗൺ ആയിരിക്കുന്നു. AK ടോക്കിന്റെ മുമ്പിൽ റോമന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും നിർത്തണോ? ഗൈസ് ഇപ്പൊ മാച്ച് നിൽക്കുന്നത് 1-4-ലാണ്. നീ മോട്ടടിച്ച ഞങ്ങളെ നീ മോട്ടടിച്ച അപ്പുറത്തോടെ AK ടോക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് കളിക്കുന്നു. റോമൻ ഇവിടെ കോൺസെൻട്രേഷൻ ചെയ്ത് കളിക്കുന്നു. ആരപ്പ ഇവിടെ കോൺസെൻട്രേഷൻ ചെയ്യാണ്ട് കളിക്കുന്നേ? റീപോക്ക് അത് മണ്ടത്തരാക്കട്ടെ. അപ്പലാറ്റ് നീ എന്തിനാ സ്ക്രീൻ നോക്കണേ? പിന്നെ എങ്ങനെയാ അവന് കാണണേ? സ്ക്രീൻ നോക്കിട്ട് കളിച്ചേ അല്ലാണ്ട് അതിക്കൂടെ ഞാൻ വരുന്നത് കാണാൻ വലിയ റോമ ഞങ്ങള് മറ്റേ തീട്ടത് ഇനി മോട്ടടിക്ക ഞങ്ങ അടിക്കണ്ട നാണുങ്ങളുടെ പറയാ കൊടി കുത്തണ്ട അതിന്റെ നോക്കടിച്ചിട്ട് നാണല്ലാത്തവരെ. ഗൈസ് പണ്ട് തൊട്ട് AK ടോക്കിന്റെ സ്വഭാവമാണ് തോറ്റു കഴിയുമ്പോൾ മുടന്തെന്ന് ഞാൻ പറയുന്ന പരിപാടി. നമുക്ക് അടിക്കണം ഒരുമിച്ച് കളി കഴിഞ്ഞ് ഈ റൗണ്ടിലൂടെ കളിച്ചാ മതി. കളി തീർന്ന് ബ്ലൂ ആളിട്ടിരിക്കുന്നത് AK ടോക്ക്.
റീപോക്ക് ഇതാ കോൺസെൻട്രേഷൻ ചെയ്ത് കളിക്കുന്നു. ബാബീസി നോക്കിക്കേ, അടുത്തേക്ക് ആള് കയറണേ പറയേ. എനിക്ക് കയറണേ ഞാൻ പറയാം. അപ്പൊ support ചെയ്യണം. കേറി കേറി, കേറി, റീപോ കേറി, റീപോ കേറി, റീപോ കേറി. ഫുള്ളിയിലേ നിക്ക് ഞാൻ ഫുള്ളിയിലേട്ടാ. എനിക്കിപ്പോ മാക്കോൽ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇവിടെ സേഫാ. ഫുള്ളിയിലേ ആള് കയറി പറഞ്ഞാൽ മാത്രം പോരാ. നോക്കി കളിക്ക്, രണ്ടുപേരുള്ളൂ. അടിക്കണ തൊണ്ടില്ല തോനെ. അത്രേ ഉള്ളൂ. താഴെയാ എന്റെ മോനെ ആരെ കുറിച്ചിട്ടുള്ള കാര്യം ഇപ്പൊ തോക്കില്ല. അമ്മാവനെ അങ്ങനെ കുളിക്കും. അമ്മൂമ്മേനെയോ അളിയനെയോ ഭാര്യനെയോ ആരാ വിളിച്ചോ? ചൈനക്കാരൻ പറയുന്നത് ഈ തീരുവെന്നാണ്. ഞാൻ പറഞ്ഞു ഐസ്ക്രീം കിട്ടണ്ടേ? അത് കിട്ടും. കിട്ടും. കേറിപ്പഴക്കില്ല മൊബൈൽ. അപ്പൊ നിനക്ക് വൈഫൈ കളിക്കാറില്ലേ? നിന്റെ വായിലെന്താ ഉണ്ടയാ? എടാ എനിക്ക് സപ്പോർട്ടില്ല, എനിക്ക് സപ്പോർട്ടില്ല. ഇവിടെ ആളുണ്ടായി, അവിടെ ആള് കയറിയിട്ടേ. എനിക്ക് സപ്പോർട്ടില്ലാണ്ട് ഫൈറ്റ് എടുക്കണില്ലേ? എനിക്ക് സപ്പോർട്ടില്ല. ഏക്കട്ടോക്ക് റോമനെ ടീമിനെ പേടിച്ചിരിക്കുകയാണ്. സപ്പോർട്ടില്ല അല്ലാണ്ട് ഫൈറ്റ് എടുക്കണില്ല. ഏട്ടാ ട്രൈക്കോ അത്ര വരുന്നുണ്ട്. അടിച്ച് കീറ്. ഗൈസ് അപ്പൊ നമ്മുടെ റോമന്റെ ടീമാണ് തോറ്റ ഏക്കട്ടോക്കിന്റെ കില്ലാണ്. ഗൈസ് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു റോമന്റെ ടീം ജയിക്കുന്നു. നീ അങ്ങനെയല്ല പറഞ്ഞേ. അല്ല കുമാറിനല്ലേ ഒരു 13, ഒരു 14 Pro Max, 1 ലക്ഷത്തിന്റെ PC. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ guys, 2 iPhone players-ഉം ഒരു 1.5 ലക്ഷത്തിന്റെ PC-ലും കളിക്കാനും കഴിയില്ല. Android players ജയിക്കുന്നത്. Skill is important bro. അത് PC player മാത്രം പെടകളി. ആണോ? അതിന് ആരും എഴുതില്ല. ഡെയിലി മൊബൈലിൽ ആത്മഹത്യ ചെയ്തു കരയുന്നു ഗൈസ്. ഏക്കട്ടോക്ക് കരയുന്നു തോറ്റിട്ട്. അവന് പോയി ആത്മഹത്യ ചെയ്തു. നോക്ക് ആ ചെക്കൻ വേറെ ഫോണിൽ കളിച്ച ചെക്കൻ എടുത്തു അതിന്റെ ഡാമേജ്. ഐസ്ക്രീം തായോ? ഐസ്ക്രീം എടുത്തിട്ട് വരാം. ഗൈസ് അപ്പൊ നമ്മുടെ ഐസ്ക്രീം കിട്ടിയത് റോമന്റെ ടീമിനാണ്. പറഞ്ഞു പാലിച്ചു 4 ലിറ്ററിന്റെ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട്. സത്യം സ്പോൺസർ ഞാനായിട്ട് ഞാൻ എടുക്കും കേട്ടോ. സങ്കടം ഐസ്ക്രീം കിട്ടിയില്ലല്ലോ. അത് സ്പാനിഷ് ഡിലൈറ്റ് ഒക്കെ എങ്ങനെയാ കിടക്കാൻ നോക്കിയിരുന്നു തിന്നെ. കാണിച്ചുതരാം. നോക്കിയിരിക്കുന്നവരല്ലേ, തിന്നുന്നത് നമ്മളല്ലേ. ഗൈസ് അപ്പൊ നമുക്ക് ഐസ്ക്രീം എങ്ങനെയുണ്ടെന്ന് ഇവരോട് ചോദിച്ചു നോക്കാം. ഐസ്ക്രീം ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഏക്കട്ടൊക്കെ ഐസ്ക്രീം. അയ്യോ കിട്ടിയില്ലല്ലേ, സോറി. എന്താ കേട്ടോക്കെ വേണമെങ്കിൽ ഒരു സ്പൂൺ കൊടുക്കട്ടെ എല്ലാവർക്കും കൂടെ. ഞാനിപ്പോ എടുത്ത് ഓടും. കണ്ണോയ്ക്ക് പഴംപൊരി മേടിച്ചിട്ടോ. പഴംപൊരി ഐസ്ക്രീം സെറ്റപ്പാ.